കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികളും റാഡിക്കലായിട്ടൊരു മാറ്റമല്ല. കുടുംബശ്രീയിൽ ഒരു അഴിച്ചുപണി വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ കന്നഡ ഭാഷയിൽ പറഞ്ഞാ ഇത് കന്നഡയല്ല, കൊങ്ങിണി. നിങ്ങൾ എല്ലാ കമ്മിറ്റികളും മുടങ്ങാതെ വന്നിരുന്നുവെങ്കിൽ ചേച്ചി ഈ പറഞ്ഞതിന്റെ അർത്ഥം എപ്പോഴേ മനസ്സിലാക്കാമായിരുന്നു. എന്നാ എല്ലാ കമ്മിറ്റിക്കും അഴിമതിക്കും ചേച്ചിയുടെ കൂടെ ഒട്ടിരിക്കണം നിനക്കറിയാമെങ്കിൽ നീ പറയടി. ചേച്ചി എന്നെ ചോദ്യം ചെയ്യണം. അതായത് കുടുംബശ്രീ അഴിച്ചുപണി ചെയ്തതിനെ പറ്റി ചർച്ച ചെയ്തത് നിർത്തിയിട്ട് എന്തുകൊണ്ടാണ് ഈ കുടുംബശ്രീക്ക് ബെസ്റ്റ് കുടുംബശ്രീ അവാർഡ് കിട്ടാത്തതിനുള്ള കാരണം ഒരു താത്വിക അവലോകനമാണ് ഞാൻ ഈ കമ്മിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഏത് താത്തേരാ ലവലാതിത്തരം നടത്തുന്ന കാര്യം പറയണ ശാന്തേ? ഒരു പ്രസിഡന്റിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല ഞാൻ ഈ കാലയളവിൽ കുടുംബശ്രീക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതങ്ങോട്ട് എന്നെ പറഞ്ഞൂടെ ചേച്ചി? അത് ഞാൻ മറന്നുപോകുന്ന കരുതി ഒരു ബുക്കിലാണ് എഴുതി വെച്ചത്. അപ്പൊ ആ ബുക്ക് എടുക്കാൻ ഞാൻ മറന്നുപോയി. അതിന് ഇതല്ലേ നിങ്ങൾ ഇവിടെ നടത്താൻ പോരെ ബുക്ക്? നിന്റെ വീട്, എന്റെ വീട്, മറ്റു വീട്, മറിച്ച വീട് അങ്ങനെയൊക്കെ ഉണ്ടോ? ഇതെല്ലാം നമ്മുടെ വീടാണ്. നിന്നെ പോലുള്ളവരുടെ ചിന്താഗതിയാണ് നമ്മുടെ കുടുംബശ്രീ ഇപ്പോ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓറഞ്ചിന്റെ തോട് വേണം. അച്ചടക്കൽ എങ്ങനെ നടത്തിയാൽ ഉടൻ തന്നെ നടപടി ഉണ്ടാവും. കുസുമം സൂക്ഷിക്കണം, സൂക്ഷിക്കണം. ഓറഞ്ച് കഴിക്കാം. തൊലിയോടെ എടുത്ത് വിഴുങ്ങാതെ. പോയ കാലം പോട്ടെ. പോയ കാലത്തിന് പിന്നെ തിരിച്ചു പിടിച്ചു വെക്കാൻ പറ്റൂലല്ലോ. ചേച്ചി ഒരു ഓറഞ്ച്. ശാന്ത നിനക്ക് 100 രൂപ ഫൈൻ. എന്തിനാ ചേച്ചി? ഞാൻ അടയ്ക്കാ കച്ചവടം നടത്തിയില്ലല്ലോ. അടയ്ക്കാ കച്ചവടമല്ല, അച്ചടക്ക ലംഘനം. അതൊന്നും നടത്തിയില്ല. ഓറഞ്ച് കഴിച്ചല്ലേ ഉള്ളൂ. ആ ഓറഞ്ചിന്റെ കാര്യം തന്നെ. ഞാൻ 1.5 കിലോ 100 രൂപയ്ക്ക് വാങ്ങിച്ച ഓറഞ്ചാണ് നീ എടുത്ത് കയറ്റണത്. അതിനടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? എന്നാ അവിടെ ഇനി 2 എണ്ണം കൂടെ ഇരിപ്പുണ്ട്. അതും കൂടെ കഴിച്ചിട്ട് ഫൈൻ തരാമേ. പിന്നെ മുന്തിരിക്ക് ഫൈൻ ഉണ്ടാ? എടി ജലജെ, പണ്ട് എന്റെ കൂടെ മാങ്ങ കട്ടുന്ന കൂട്ടുന്ന ഒരു സുന്ദരേശന് ഓർമ്മ ഉണ്ടാ? ആ ഭാര്യ മാത്രമല്ല ഭർത്താവും കള്ളം തന്നെ കേട്ടാടി. യാതൊരു സുന്ദരേശൻ? രഘുചേട്ടാ പണ്ടേ ചേച്ചിയെ പെണ്ണ് കാണാൻ വന്നിട്ട് ചേച്ചിയെ കണ്ട് തലയിറങ്ങി വീണ ആ സുന്ദരേശനാണ്. മാങ്ങ എറിയാൻ വേണ്ടിയേ ഉന്നം പിടിച്ചത് എവന്റെ നെറ്റിൽ ഞാൻ കല്ലെടുത്തെറിഞ്ഞാണ്. അപ്പൊ ആ സുന്ദരേശന് കുടുംബം മൊത്തത്തിൽ കള്ളത്തരോ എറിഞ്ഞുകയറ്റക്കോ തന്നെ ആട്ടാടി. ഓറഞ്ച് അഴിവി കഴിഞ്ഞില്ല. എനിക്ക് അറിഞ്ഞൂടാ. അല്ലെ പറഞ്ഞിട്ട് എന്തിനാണ് നിങ്ങൾ സുന്ദരേശൻ എന്തിനാ പോണേ? എടി ഞാൻ ഫോൺ ഞോണ്ടിക്കൊണ്ടേ പണ്ടത്തെ കാര്യങ്ങൾ ഇരുന്ന് അയവർത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇൻസ്റ്റാഗ്രാമത്തിൽ ഒരു റീല് വന്നു, പഴയ കൂടെ പഠിച്ച കുട്ടികളെ മെൻഷൻ ചെയ്യാൻ വേണ്ടി. നിങ്ങളാരും അയവർക്കാറില്ലേ? ഞാൻ അയല വറക്കും. ഞാൻ എന്നും വറക്കും, കഴിക്കും. കുറിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ചന്ദ്രൻ, നീ അയവർക്കാറില്ലേ? എനിക്ക് ആകെയുള്ള ഒരു കൂട്ട് എന്റെ ജലജ ചേച്ചിയാണ്. ചേച്ചിയെ ഞാൻ ഓർക്കാറില്ല. ഓർത്താ പിന്നെ ആ ദിവസം പോവുമല്ലോ. ഞാൻ എന്തായാലും എന്റെ സുന്ദരേശനെ തേടി ഇറങ്ങാൻ പോവുകയാണ്. കൊച്ചിലെ എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ അവൻ ചെയ്തു തന്നിട്ടുണ്ടെന്ന് അറിയാമോ? അവ എനിക്ക് മണ്ണപ്പ ചുട്ടുന്നപ്പോഴേ ഞാൻ ചോദിച്ചത് കഴിക്കാൻ പറ്റുമെന്ന്. പറയേണ്ട താമസം സാമ്പാറും കൂട്ടി ഉരുട്ടി എന്റെ അണ്ണാക്കിൽ വെച്ച് തന്നു. 3 ദിവസം എനിക്ക് മലബന്ധം വരും. ആ ബന്ധം എനിക്ക് മറക്കാൻ പറ്റുമോ ജലജെ? സാറ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോ സാറിന്റെ ഫ്രണ്ടിൽ കൂടെ ഞാൻ ഒരു ചോക്കെടുത്തെറിഞ്ഞു. അപ്പൊ സാറ് ചോദിച്ച് ആറാ ചോക്കെടുത്തെറിഞ്ഞെന്ന്. ഞാൻ എണീക്കാൻ പോയപ്പോ എന്റെ സുന്ദരേശി ചാടി എണീറ്റിട്ട് പറയാണ്, നിന്റെ തന്തയാണ് എടുത്തെറിഞ്ഞെന്ന്. അതാണ് എന്റെ സുന്ദരേശി. ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു ചേച്ചി. എന്തിന്? ചേച്ചിയെ കെട്ടിയതിന് ശേഷമാണ് രഘുചേട്ടൻ കച്ചറ എന്നാണ് വിചാരിച്ചത്. രഘുചേട്ടൻ പണ്ടേ കച്ചറ തന്നെ. അവനിപ്പോ എവിടെയാണോ എന്തോ. ചേട്ടൻ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിലേ അവപ്പം ജീവിച്ചിരിക്കൂല. അവൻ ആരെയും തട്ടിക്കാണും. അങ്ങനെ പറയല്ലേ കുസുമം. അവനെ കണ്ടെത്തിയിട്ട് വേണം അവൻ ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് എനിക്കൊന്ന് നന്ദി പറയാൻ. അവനെ കാണാൻ തുടങ്ങിയത് തോന്നൽ ഇപ്പൊ തൊട്ടാണെന്ന് തോന്നുന്നു. അതല്ല ഈ പ്രാന്തേ. അവൾ അങ്ങനെ പലതും പറയും. ചേച്ചി അത് കാര്യാക്കണ്ട. നെല്ലിക്ക തളം വെച്ചാ മതി. ഷോക്കിനെക്കാലേ നെല്ലിക്ക തളമാണ് ബെസ്റ്റ്. എന്താ വെച്ചാ പേനയും പേപ്പറും ഒക്കെ ആയിട്ട് ഒരു കുത്തിക്കുറി. നാട്ടുകാരെ ദ്രോഹിക്കാൻ വേണ്ടി വീണ്ടും നോവലും കവിതയൊക്കെ എഴുതന്നെ. ഒരു പടം വരയ്ക്കണം. ഹോ, കവിതയും നോവലും എഴുതാനുള്ള കഴിവ് അച്ഛനില്ലാന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായില്ല. പടവും കൂടെ വരച്ച് തീരുമ്പം അച്ഛന് മനസ്സിലാവും പടം വരയ്ക്കാനുള്ള കഴിവില്ല. അല്ല, ആരെ പടം വരയ്ക്കണ? ഞാൻ പറഞ്ഞില്ലേ, ഇനി ഒരു പഴയ കൂട്ടുകാരൻ സുന്ദരേശന്റെ. അതേതായാലും നന്നായി.
ഒരു കൂട്ടനെ കണ്ടെത്താൻ നോക്കുമ്പം രേഖാചിത്രം നല്ലതാണ്, പക്ഷെ ചിത്രം നല്ലതായിരിക്കണം. തീരാതായ മൂക്കും കൂടെ കിട്ടാറുണ്ട്. അവന്റെ ജപ്പാൻ മൂക്കായിരുന്നു. അതെങ്ങനെ ആ ആകൃതി കിട്ടി. എവിടെ? ദാ അവന്റെ പുരികം അങ്ങോട്ട് ശരിയായില്ല എന്ന് എനിക്ക് തോന്നണം. ബാക്കിയെല്ലാം പെർഫെക്റ്റ് ഓക്കെ ആണ്. ദാണ്ട സുന്ദരേശന് 4 കാലുണ്ട്. സുന്ദരേഷ് എന്താ നാൽക്കാലിയാ? മറ്റേത് 2 കൈയാണ്. ഇതിന്നൊരു കാര്യം മനസ്സിലായി. എന്തടാ? ഒരു രേഖാചിത്രം എങ്ങനെ വരയ്ക്കാൻ പാടില്ല. ഞാൻ ഈ ഫോട്ടോ പത്രത്തിൽ കൊടുക്കാൻ പോണം. ആ തലക്കെട്ടെ വാണ്ടിടുന്ന് കൊടുത്താൽ ആളെ പെട്ടെന്ന് കിട്ടിക്കോളും. അച്ഛാ, ഇതൊക്കെ എടുത്ത് പത്രത്തിൽ കൊടുത്താലേ അടുത്ത ലക്കം കളിക്കുടുക്കയിൽ പുതിയ കഥാപാത്രമായിട്ട് അച്ചടിച്ച് വരും. തന്നെ നീ ഇപ്പൊ എന്തിനു ചെയ്യും? നിങ്ങളൊരു കാര്യം ചെയ്യും, പുള്ളിക്കാരൻ ജനിച്ചു വരുന്ന സ്ഥലത്ത് പോയേ ഒന്ന് അന്വേഷിച്ച് നോക്കി, എന്തെങ്കിലും തുമ്പ് കിട്ടാതിരിക്കൂല. ഒറ്റയ്ക്ക് എങ്ങനെയാടാ? ഉച്ചയ്ക്ക് പോണ്ട. നിങ്ങൾ വരൂ. ഈ വക വള്ളിക്കേസിനൊന്നും നമ്മളെ കിട്ടൂല. അതിനല്ലേ ഭാർഗവ മാമനും ഇട്ടി മാമനും. ഏത് പ്രതിസന്ധിയിൽ കുലുങ്ങാൻ നിൽക്കാൻ ഈ 2 പ്രോഡക്ട്സ് ബെസ്റ്റ് ആണ്. ഈ പ്രോഡക്റ്റ് ഭയങ്കര യൂസ്ഫുള്ളും ആണ്, എഫക്റ്റീവ് ആണ്. ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ താഴെ കാണുന്ന. നീ എന്തൊരു ഭാർഗവ മാമന്റെ എട്ടി മാമന്റെ പ്രൊമോഷൻ പറയണ? അല്ല, പ്രൊമോഷൻ ചെയ്തേ അന്ത ഡയലോഗ് മോഡുലേഷൻ അതിൽ ഓടിക്കിട്ടേ ഭാർഗവ മാമൻ. അപ്പൊ ഈ ടീം ഭാർഗവനും. നിനക്ക് ചോറിന്റെ കൂടെ 2 കറി പോരെ? 3ാമത്തെ കറി വേണോ? കിട്ടിയ കറി 2ഉം പുളിച്ചത്. 3ാമത്തെ കറിയെങ്കിലും നല്ലതാണെങ്കിൽ. നീ എന്തിനാണ് അവനെ തേടി പോകുന്നത്? എനി റീസൺസ്? പഴയ കാര്യങ്ങൾ അയവർക്കാൻ വേണ്ടി. യവൻ കുറെ നേരായിലടാവേ അയവർക്കാം. ഞാൻ കുറച്ച് പുല്ലിട്ട് തരാം, നീ ഇരുന്ന് അയവർത്തോണ്ടിരി. അങ്ങനെയല്ലടാ, ജീവിതത്തിൽ ആകെയുള്ള ഓർമ്മകൾ മാത്രമാണ്. ആ ഓർമ്മകളുള്ള ആൾക്കാർ നേരിട്ട് വന്നാൽ ജീവിതം ആനന്ദകരം. കൊള്ളാം. രാവിലെ ഏതമ്മാവൻ അയച്ചു തന്ന ഗുഡ് മോർണിംഗ് വാട്സ്ആപ്പ് സ്റ്റാറ്റസ്? മധുസൂദന മാമൻ. അവൻ അങ്ങനെ കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ലടാവേ. അവ എവിടെ ഉണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അവ എവിടെയായിരിക്കും? അത് കണ്ടുപിടിക്കാനാണ് പാട്. രണ്ടിനും ഭ്രാന്ത് തന്നെ. ഈ സുന്ദരേഷിനെ അറിയാനുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, ഞാനുണ്ട്. നീ അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടാണ്? ഉണ്ട്, രാജീവനുണ്ട്. അവന്റെ നമ്പർ ഉണ്ടാ? ഉണ്ട്, പക്ഷെ അവന്റെ നമ്പർ സുന്ദരേശന്റെ കയ്യിലാണ്. അപ്പൊ രാജീവിനെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് സുന്ദരേശനെ കണ്ടുപിടിക്കണം. രഘു, നമ്മളിപ്പോ എത്ര ആൾക്കാരെയാണ് കണ്ടുപിടിക്കാനുള്ള? സുന്ദരേശനെ, രാജീവിനെ. നേരത്തെ ഒന്നായിരുന്നല്ല, ഇപ്പൊ 2 ആയ. രാജീവിനെയും സുന്ദരേശനെയും ഒരുമിച്ചറിയാവുന്ന ആരെങ്കിലും ഉണ്ടാവുവേ? ഉണ്ട്, സുശീല ഉണ്ട്. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ രാജീവന്റെയോ സുന്ദരേശന്റെയോ ഭാര്യ ആയിരിക്കുമല്ലേ ഈ പറയുന്ന സുശീല? അതെ. തോന്നി. കണ്ടുപിടിക്കാൻ പാടാണോ? പാടൊന്നുമില്ല. നമുക്കേ ഇനി സുന്ദരേശനെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അല്ലടാ രാജീവ? അതേടാ സുന്ദരേശ. ആ, എന്റെ കൂടെ പഠിച്ചേ ശോശാമ്മയുടെ വീട് എനിക്കറിയാം. നമുക്കെല്ലാവർക്കും കൂടെ അവിടെ പോയി ചോദിച്ചാല സുന്ദരേശനെ അറിയാമോന്ന്. ശോശാമ്മയ്ക്ക് ശോശാമ്മ, നീ വാടാവേ. ശോശാമ്മ സിംഗിൾ ആയിരിക്കണേ. സുന്ദരേശൻ അല്ലേ? അല്ല, സദാശിവൻ. ഇപ്പൊ സദാശിവനായ? എന്റെ പൊന്നു ശോശാമ്മ, നമ്മൾ കുറെ നേരോട് പറയല്ലേ സുന്ദരേശൻ. സുന്ദരേശൻ. ആ, സുന്ദരേശൻ. ശോശാമ്മയ്ക്ക് അവന്റെ എന്തെങ്കിലും കാര്യങ്ങൾ അയവർക്കാൻ പറ്റുന്നുണ്ടോ? അവന്റെ വർക്കല് തുടങ്ങി. യവന് വല്ല കപ്പലിന്റെ ബിസിനസ് തുടങ്ങിക്കൂടെ? സുന്ദരേശൻ. ആ, സുന്ദരേശൻ സ്കൂൾ അടയ്ക്കുന്നതിന് അന്ന് എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിന്? മിക്കവാറും വീട്ടിന്റെ അഡ്രസ് ആയിരിക്കും. പറ. അന്ന് സ്കൂളിലെ ഉച്ചക്കഞ്ഞി ഇല്ലാന്ന്. ഈ കൊട്ടം വെയിലത്ത് കഞ്ഞിക്കഥ. വേറെ ഒന്നും പറഞ്ഞില്ല. വേറൊരു കാര്യം കൂടി എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. എന്തോന്നായിരുന്നു അത്? മിക്കവാറും റൂട്ട് മാപ്പായിരിക്കും. ചോദിരി. ഉച്ചക്കഞ്ഞി മാത്രമല്ല, മാങ്ങാച്ചാറും ഇല്ലാന്ന്. എക്സ്പ്രഷൻ അല്ലേ? ഈ ഉത്തരം ഞാൻ പ്രതീക്ഷിച്ചതാണ്. ശോശാമ്മേ, നമുക്ക് എങ്ങനെയെങ്കിലും അവനെ കണ്ടെത്തണം. എന്തിന്? എനിക്കിവിടെ ഭർത്താവും കുട്ടികളൊക്കെ ഉള്ളതാണ്. അങ്ങനെയല്ല, അവന്റെ ഓർമ്മകൾ അയവർക്കാൻ വേണ്ടി. അയവർക്കാം. ശോശാമ്മയുടെ കൂടെ പഠിച്ച വേറെ ആരെങ്കിലും അറിയാവോ? അറിയാം, സുന്ദരേശനെ അറിയാം. ബാക്കി നീ ചോദിച്ചടാ. എനിക്ക് ശരീരം തളരണ്ടായിട്ടേ, നീ തന്നെ ബാക്കി ചോദിച്ചോ. സുന്ദരേശൻ അല്ലാതെ ഒരു രാജീവന. ആ, രാജീവനെ അറിയാം. യെസ്, വി ഗോട്ട് ഇറ്റ്. യെസ്.
ഗോട്ടാൻ വരട്ട്. ഭാർഗവനെ അറിയാമോ? ആ ഭാർഗവനെ അറിയാം. ഇട്ടിയ ആ ഇട്ടേ അറിയാം. നിന്റെ അപ്പൂപ്പന്റെ പേര് പറഞ്ഞാൽ പോലും അവക്കറിയാന്ന് അവള് പറയോളൂ. എല്ലാം ഈ കടയാടി മോന് വേണ്ടിയാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു തരിപ്പ്. ഇനി ഇവിടെ നിക്കണ്ട, പോവാ. വാടാ ശോശാമ്മേ, ഞാൻ പോയിട്ട് വരട്ടെ. പോയിട്ട് വരൂ. അതെ, ഒരു കാര്യം. നീ ആരാ? ഞാൻ രഘു. ആ രഘു, സുന്ദരേശന്റെ കൂട്ടുകാരൻ. അല്ല, സുന്ദരേശന്റെ അച്ഛൻ. വാടാങ്ങോട്ട്. രഘു, നീ നിന്റെ സുന്ദരേശനെ കണ്ടുമുട്ടിയാൽ എന്തിനായിരിക്കും ആദ്യം ചെയ്യണത്? എന്റെ സുന്ദരേശാന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കും ഞാൻ. ഒരിക്കലും പാടില്ല. ആദ്യം ആ കള്ള നായങ്കിടാവിനെ കൈ പിടിച്ചു വെച്ചിട്ട് കവാലം പുളക്കം ഒരു അടി കൊടുക്കണം. ഞാൻ നോക്കിയിട്ടേ ഇനി ഒരു കാര്യം ചെയ്യാനുള്ളൂ. ഇത് വീട്ടിൽ പോവാൻ. പിന്നെ കുറിപ്പ് എഴുതുമ്പം ആ അയവർക്കണ കാര്യം എഴുതല്ലേ. ഓ ബഹുമാന്യരെ, നോട്ടീസ് ചെയ്താണ് എന്റെ തുടക്കം. എന്റെ ഒരു സുഹൃത്തിനെ തേടിക്കൊണ്ടിരിക്കുന്ന കഠിനമായ യാത്രയിലാണ് ഞാൻ. സുഹൃത്തിന്റെ പേര് രാജീവൻ. രാജീവനെ ഇവന്തരി ഇട സുന്ദരേശൻ. രാജീവിന്റെ സുഹൃത്ത് സുന്ദരേശൻ. സുന്ദരേശനെ എന്റെ സുഹൃത്തുക്കളും ഞാൻ തേടിക്കൊണ്ടിരിക്കുകയാണ്. ചടാവോടെ. നിന്റെ അച്ഛന്റെ പേര് സുന്ദരേശൻ എന്നാണ്? അല്ല. പിന്നെ നിന്റെ അച്ഛന്റെ പേര് എന്തര്? വടക്കേല സുധാരൻ. അവയോ വടക്കേല തെക്കേല. നിങ്ങളാൽ കഴിയുന്ന സഹായം താഴെ കാണുന്ന GPay നമ്പറിൽ അയക്കേണ്ടതാണ്. നീ എന്തിനാ പിരിവെടുത്തണ? അയ്യോ, മാറിപ്പോയി മാറ്റർ. സുന്ദരനായ സുന്ദരേശ, നിനക്ക് വേണ്ടി ഈ രഘു അലയുകയാണ്. #കമ്മിൻ കമ്മൗട്ടനാവും. മിക്കവാറും ഈ പോസ്റ്റ് കാണുന്ന ഏതെങ്കിലും സുന്ദരേശനെ യവനെ കിട്ടും. ഒരു കല്യാണം ഒത്തുകൂടി വരുന്നുണ്ട്. എന്തെങ്കിലും കാര്യമായിരിക്കുമല്ലേ മെസ്സേജ്. പോസ്റ്റ് ഇട്ട് തീർന്നില്ല. സുന്ദരേശൻ മെസ്സേജ് ചെയ്യിക്കണം. ഞാൻ നിന്റെ സുഹൃത്ത് സുന്ദരേശനാണ്. എനിക്കിപ്പോ 5000 രൂപ വേണം, അർജന്റാണ്. എന്തോ അപകടത്തിൽ പെട്ട് നിൽക്കണം തോന്നണ കേട്ടാ. അടുത്ത മെസ്സേജ്: സുന്ദരേശന്റെ ഭാര്യ, എന്റെ ഭർത്താവ് അപകടത്തിൽപ്പെട്ട് നിൽക്കുകയാണ്, ഒരു 10000 രൂപ അയച്ചു തരണം. സുന്ദരേശന്റെ അച്ഛൻ മെസ്സേജ് അയച്ചിരിക്കണം: എന്റെ മകൻ, അതായത് നിന്റെ സുഹൃത്ത് സുന്ദരേശൻ മരിച്ചിട്ട് 3 വർഷമായി. അപ്പോൾ അവന്റെ അന്ത്യാഭിലാഷമായിരുന്നു ഗോവയ്ക്ക് ട്രിപ്പ് പോവാന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി 1,00,000 രൂപ നീ അയച്ചു തരണം. അവന് വേണ്ടി ഞാൻ ഗോവയ്ക്ക് ട്രിപ്പ് പോവാ എന്ന് സുന്ദരേശന്റെ അച്ഛൻ. ഇനിയിപ്പോ സുന്ദരേശന്റെ കുടുംബക്കാര് മൊത്തവും വരും. ഡൗവേ, നീ ആ പോസ്റ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്തേരാ. അതായിരിക്കും നല്ലത്. അതായിരിക്കും എന്നല്ല, അതാണ് നല്ലത്. ഡിലീറ്റ്. ഹലോ അണ്ണ, ഞാനാണ് സുന്ദരേശൻ. സാധനം കൊണ്ട് ഞാനിപ്പോ അങ്ങോട്ട് വരും. ഭാർഗു, സുന്ദരേശൻ. നിന്റെ പേര്? ഞാൻ സുന്ദരേശൻ. നീ പഠിച്ച സ്കൂള്? പഠിച്ചത് ചെട്ടിത്തല LP സ്കൂൾ. എന്താ അവിടുത്തെ അഡ്മിഷൻ? നീ അറ്റൻഡൻസ് എടുക്കാൻ വേണ്ടിയാ? നമ്മളെ ഒഴിവാക്കൂടെ അവൻ? അവരൊന്നിച്ചില്ലേ, ഇനി നമുക്കൊന്നിക്കണം. എടാ, ഇത് ഞാനാടാ. ഓ, നീ അടയാണെങ്കിൽ ഞാൻ വെർമസല്ലി. എടാ, ഇത് നിന്റെ രഘു. ഓച്ചന്തുരുത്ത് രഘുവാ? ഓ, ഒന്ന് കൊടുക്കണമെന്നുണ്ടായിരുന്നു, അവൻ കൊടുത്ത്. നീ എന്റെ തലയിൽ അന്ന് കല്ലെറിഞ്ഞ് കയറ്റിട്ട് മുങ്ങിയതല്ലേടാ, എന്നിട്ട് ഇപ്പോഴാണല്ലേ പൊങ്ങണത്. നിന്നെ കാത്തിരിക്കായിരുന്നു ഞാൻ. എനിക്കിട്ടുള്ള കിട്ടി. അതൊക്കെ വിടടാ. നീ പിന്നെ വന്ന സ്ഥിതിക്ക് നമുക്ക് തണലത്ത് പോയിരുന്ന പഴയ കാര്യങ്ങളായി വെറുക്കാം. വാ പാടേർക്ക, എനിക്കിവിടെ വലിയ കച്ചവടമുള്ളതാണ്. അപ്പോഴാണ് ഞാൻ നിന്റെ കൂടെ തണലത്ത് പോയിരുന്ന സ്വര പറയാ. കച്ചവടം എന്ന് പറഞ്ഞാൽ വലിയ ഫാക്ടറി ഉണ്ടോ നിനക്ക്? ഫാക്ടറി ഉണ്ട്, അതിൽ കുറച്ച് പൗഡർ കച്ചവടം. ഏത് കാട്ടിക്കൂറയാ? കാട്ടിക്കൂടെ തന്നെ. പിന്നെ എനിക്ക് കണ കൊണാന്ന് പറഞ്ഞിരിക്കാൻ സമയമില്ല, പോലീസ് പിറകെ ഉണ്ട്. കണ്ടതിൽ സന്തോഷം. ഇനി കാണണമെന്ന് പറയുന്നില്ല, സെൻട്രൽ ജയിലിലായിരിക്കും. ശരി എന്നാ. രഘു, ഈ പഴയ കൂട്ടുകാരെ കൊണ്ട് ഇതൊക്കെ ചെയ്യാം. എന്റെ ഒരു പഴയ കൂട്ടുകാരൻ സനലിനെ കൂടെ കണ്ടെത്തി തരണം. ഈ സനലിനെ വേറെ ആർക്കെങ്കിലും അറിയാമോ? ഉണ്ട്, ഞാനുണ്ട്. ഇട്ടി ഓടാ പട്ടി.